ഹായ് ഹലോ, എന്റെ പേര് അനീറ്റ ജോഷി. ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ കുറച്ച് നാൾ മുമ്പ് വരെയുള്ള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന കുറെ ക്ലീശ സാധനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാടുപെട്ടിട്ടാണ് പിള്ളേരെ വളർത്തുന്നത്. പക്ഷെ സിനിമയില് ഒറ്റ പാട്ടുകൊണ്ട് പിള്ളേര് വളരും. പാട്ട് തുടങ്ങുമ്പോൾ പാളയെ കിടന്നവൻ പാട്ട് തീരുമ്പോൾ നായികയുടെ മടിയിലായിരിക്കും. സീരിയലിലാണെങ്കിൽ 2 കൊല്ലം കൊണ്ട് പിള്ളേരോട്ട് വളരത്തുമില്ല. സിനിമയിലാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പെറ്റിട്ട കൊച്ച പല പോലെ വളരുകയും ചെയ്യും. പല സിനിമയിലും നമ്മുടെ നായകനും നായികയും തമ്മിൽ കണ്ടുപിടുന്ന സീനായിരിക്കും ഏറ്റവും വലിയ ക്ലീശയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണേ. കാരണം വലിയ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ആയിരിക്കും. അപ്പൊ സുഖിപ്പിച്ച ഒരു ഇളങ്കാറ്റങ്ങ് വീശും. നമ്മുടെ നായകൻ പയ്യെ തിരിഞ്ഞു നോക്കുന്നു, ആണ്ടല്ലോ നിൽക്കുന്നു നായിക. കറക്റ്റ് സമയത്ത് ഒരു മഴയും പെയ്യും, പ്രേമം സെറ്റ്. ഇതുകൊണ്ടാണ് നമ്മുടെ മലയാളി അമ്മമാരെ മക്കളെ മഴയത്ത് കളിക്കാൻ വിടാത്തത്. കാരണം പ്രേമരോഗം മൂക്കുന്നതേ മഴയത്താണ്. കാരണം കാമുകനെ കണ്ടുപിടിക്കുന്നത് ഈ മഴയത്താണ് എല്ലാ സിനിമയിലും തന്നെ. അതൊക്കെ പോട്ടെ, യാതൊരു ജോലിയും കുല്ലാത്ത നമ്മുടെ നായകൻ കുട്ടനാട്ടി വെച്ചാണ് നായികയെ കണ്ടുമുട്ടുന്നെങ്കിലും അടുത്ത പാട്ട് സീൻ സ്വിറ്റ്സർലൻഡിലും മഞ്ഞത്ത്. അതും നായകനും നായികയും കൂടെ ബെൻസ് കാറില്. ഒറ്റ ദിവസം കൊണ്ട് അവന് പാസ്പോർട്ട് കിട്ടി, വിസയും കിട്ടി എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡാൻസ് ആണ്. ചുമ്മാ റോട്ടിക്കൂടെ പോണ ചേച്ചിമാര് വരെ നായകന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കും. അതും കറക്റ്റ് ഡാൻസ്, കറക്റ്റ് സ്റ്റെപ്പ്, നോട്ട് ദ പോയിന്റ്. ഇവർ തമ്മിൽ യാതൊരു മുൻപരിച്ചും ഇല്ലാട്ടോ. ഒന്നും പറയാനില്ല, തികച്ചും വിശ്വസനീയമായ ഒരു സംഭവം തന്നെയാണിത്. പിന്നീട് ഈ പ്രേമം നായകന്റെ വീട്ടിൽ പിടിച്ച് ഫുൾ സീനാക്കി നായകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന നായകൻ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവന് കറക്റ്റ് ഓട്ടോ കിട്ടുന്നുള്ളതാണ്. നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി നിന്നാൽ പോലും ഇത്രയും ടൈമിങ്ങിൽ നമുക്ക് ഓട്ടോ കിട്ടില്ല. അത് ഓട്ടോയിൽ കയറി പോണ നായകനുണ്ടല്ലോ, കണക്കിന്റെ കാര്യത്തിൽ ആർക്കമഡീസിനേക്കാളും ബഹുകേമനായിരിക്കും. കാരണം ഓട്ടോറിക്ഷ കൂലി 33 രൂപ 50 പൈസ ആണെങ്കിലും ഉണ്ടല്ലോ, അവൻ പോക്കറ്റിൽ പോലും നോക്കാതെ എടുത്തു കൊടുത്താൽ അത് കറക്റ്റ് പൈസ ആയിരിക്കും. കാരണം ഏതെങ്കിലും സിനിമയില് ഈ ഓട്ടോറിക്ഷക്കാരൻ നായകന് ബാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ സമയത്ത് ലീവിന് നാട്ടിൽ വരുന്ന നമ്മുടെ നായകന്റെ ബന്ധുവോ അയലോകക്കാരനൊക്കെ ആയിട്ടുള്ള പട്ടാളക്കാരനുണ്ടാവും. അത് ലീവിന് വരുവാണെങ്കിലും ഫുൾ യൂണിഫോമിൽ തോക്കും പിടിച്ചോണ്ടേ വരുള്ളൂ. ഈ കല്യാണ വീട്ടിൽ വരെ ഫുൾ യൂണിഫോമിൽ തോക്കും പിടിച്ചോണ്ട് പോയാൽ നമ്മുടെ മീശമാധവന്റെ പുരുഷവണ്ണനാണ് ഞാൻ ലോകത്തിൽ കണ്ടുള്ള വെച്ച ഏറ്റവും വലിയ മാസ പട്ടാളക്കാരൻ. പിന്നീട് ഏറ്റവും കൂടുതൽ ലോജിക്ക് വർക്കാവുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഈ ഫൈറ്റ് സീനിലാണ് കേട്ടോ. കാരണം 1000 വില്ലന്മാരുണ്ടെങ്കിലും ഈ സർക്കാർ ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുത്തിട്ട് ഓരോരുത്തന്മാരെ പേര് വിളിച്ച് കയറ്റുന്ന പോലെ ഓരോരുത്തന്മാരാണ് തല്ലാൻ വരത്തുള്ളൂ. ഈ സമയത്ത് നായകന് ഇവരെ തിരിച്ചു തല്ലാൻ വടി വേണമെന്ന് തോന്നിയാൽ നായകന്റെ കൈയളവിന് അളന്നു മുറിച്ചൊരു വടി തൊട്ടടുത്ത് തന്നെ കിട്ടുന്നതാണ്. നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ പട്ടിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എടുത്തെറിയാൻ നമ്മൾ നോക്കിയ ഒരു മെച്ചിങ്ങ പോലും കിട്ടൂല. എന്താ അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ. അല്ല, ചില സിനിമയിൽ കൊക്കയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്ന ഒരു സീനുണ്ട്. പക്ഷെ എത്ര വലിയ കൊക്കയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ടാലും ആള് ചാവത്തില്ല എന്നുള്ളതാണ്. കാരണം കറക്റ്റ് കാട്ടിലുള്ള ആരെങ്കിലും ഇവനെ കാണും, രക്ഷപ്പെടുത്തും, ചിലപ്പോ എടുത്തങ്ങ് വളർത്തും. എനിക്കറിയാൻ അവളോട് ചോദിക്കുക, ഈ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് യാതൊരു പണിയില്ലാണ്ട് ഈ മഴയത്ത് ആലിപ്പഴം വീഴുന്ന പോലെ ആരെങ്കിലും വീഴുന്നുണ്ടോ ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണോ കറക്റ്റ് സമയത്ത് എടുത്ത് വളർത്താനായിട്ട്? അതുപോലെ പ്രേത സിനിമയാണെങ്കിൽ ഒന്നും പറയാനില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ഇലക്ട്രീഷ്യന്മാരാണ് പിന്നീട് പ്രേതങ്ങളായിട്ട് വരുന്നത്. കാരണം ഒരു വീട്ടിലുള്ള സകലമാന ഹോം അപ്ലയൻസസും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രേതത്തിന് അറിയാന്നുള്ളതാണ്. കാരണം ഫ്യൂസ് ആയി പോയ ബൾബ് കത്തിക്കുന്നു, കറങ്ങൂലാത്ത ഫാൻ കറങ്ങുന്നു, തുടങ്ങി AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം അടിപൊളിയായിട്ട് ഈ പ്രേതം കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. പിന്നെ നോൺ വെജ് ആണ് മെയിൻ എങ്കിലും ചില പ്രേതങ്ങൾ അടിപൊളിയായിട്ട് കുക്കും ചെയ്യും. കാരണം കത്തുമില്ലാത്ത അടുപ്പൊക്കെ ഇവർ കത്തിക്കും. പിന്നെ പ്രേതം ഏത് വീട്ടിൽ കയറി ചെല്ലുന്നോ അവിടെ കറക്റ്റ് പവർ കട്ടായിരിക്കും. ഇതിനകത്ത് നമ്മുടെ KSEB നമ്മുടെ പ്രേതം തമ്മിൽ ഒടുക്കത്തെ സിംഗിളാണ് പോണെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്രേതം വന്ന് പേടിപ്പിക്കുമ്പോൾ നമ്മുടെ നായിക പേടിച്ചിട്ട് 100 ഓടും. പക്ഷെ പ്രേതം പുറകെ ഓടൂല. കാരണം പ്രേതത്തിന് അറിയാം അതിന്റെ ആവശ്യമില്ല. കാരണം ഒരു 50 മീറ്ററിക്കുള്ള അവൾ ഓടില്ല. അതിനുമ്പ് അവൾ എവിടെയും തട്ടി വീഴും. ഇനിയിപ്പോ തട്ടി വീഴാൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ തെന്നി അടിച്ചെങ്കിലും വീഴും. ഇങ്ങനെ പോവുകയാണ് സിനിമയുടെ ക്ലീശ കഥകള്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കുറ്റം പറയണേന്ന്. കാര്യമൊന്നുമല്ല, ഒരു 5-6 വർഷമായി ഞാൻ ഈ സിനിമയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ പട്ടിക്കുഞ്ഞു പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെയുള്ള ചില സീനിയർ സെലിബ്രിറ്റികളൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു നായികനെ കിട്ടും, വേണമെങ്കിൽ മതി. പിന്നെ ഇപ്പൊ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും.